1500 രൂപയ്ക്ക് നല്ലൊരു നെക്ക് ബാൻഡ് ഏതാണ്? 1000 രൂപയ്ക്ക് നല്ലൊരു നെക്ക് ബാൻഡ് ഏതാണ്? ഇനി അതല്ല 500 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് നല്ലൊരു നെക്ക് ബാൻഡ് ഏതാണ്? കുറെ കൂട്ടുകാർ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് ബൈയിങ് ഗൈഡ് ആണ്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും ഞാൻ ചൂസ് ചെയ്യുന്ന നെക്ക് ബാൻഡ് കൊള്ളാവോ ഇല്ലേ എന്നുള്ളത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സോട്ടോ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മളൊരു നെക്ക് ബാൻഡ് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മുടെ ബജറ്റ് നമ്മൾ മനസ്സിൽ വെക്കുക. അതായത് 500 രൂപയ്ക്കുള്ളിലാണോ ഞാൻ വാങ്ങിക്കാൻ പോകുന്നത്, 1000 രൂപയ്ക്കുള്ളിലാണോ, അതല്ല 2000 രൂപയ്ക്കാണോ, ഇനി അതല്ല 1500 രൂപയ്ക്കാണോ? ഈ നമ്മുടെ ബജറ്റ് നമ്മുടെ മനസ്സിൽ വയ്ക്കുമ്പോൾ വേറൊന്നുമല്ല, നമുക്ക് ആ ഒരു കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റ് മാത്രം സെർച്ച് ചെയ്താൽ മതി. 100-ൽ പരം അല്ലെങ്കിൽ 1000-ൽ പരം നമുക്ക് ബ്രാൻഡുകൾ തന്നെ ഇപ്പോൾ കാണാൻ പറ്റും ഈ ഒരു നെക്ക് ബാൻഡുകളുടെ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആവും. സോ നമ്മളുടെ ഒരു ബജറ്റ് വെച്ചിട്ട് ആദ്യം അത് സെർച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കേണ്ട ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് ബ്രാൻഡ് ആണ്. കാരണം ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെ വാങ്ങിക്കുക. കുറേ അധികം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബ്രാൻഡുകളുണ്ട്. എന്നാൽ ചില ബ്രാൻഡുകൾ എന്ന് വെച്ചാൽ ഡ്യൂറബിലിറ്റി ഇല്ല. അതിൽ എനിക്ക് പേഴ്സണലി പറയാൻ പറ്റുന്നത് ബോൾട്ട്, അതുപോലെ തന്നെ ട്രൂക്ക് എന്നൊക്കെ പറയുന്നത് വളരെ ഡ്യൂറബിലിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റുകളാണ്. എല്ലാം നമ്മൾ വാങ്ങിക്കുന്നത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ച അടുത്ത ദിവസം കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 7 ദിവസം, എല്ലാത്തിലും പൊതുവേ നമുക്കൊരു മിനിമം 7 ദിവസം റിട്ടേൺ പോളിസി ഉണ്ടെങ്കിൽ പോലും ഈ 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സർവീസ് സെൻറ്ററിലാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ സർവീസ് നമുക്ക് നല്ലത് ആരാണ് തരുന്നത് അത് നമ്മൾ ആദ്യം നോക്കുക. കൂടാതെ ഡ്യൂറബിലിറ്റി നോക്കുക. പല പ്രോഡക്റ്റുകളും ചിലപ്പോൾ 1 മാസം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചീത്തായി പോകാൻ ചാൻസസ് ഉണ്ട്. സോ ഡ്യൂറബിലിറ്റി ആൻഡ് സർവീസ് ഇത് രണ്ടും നോക്കുക. ഇപ്പോൾ ബോട്ടിൻ്റെ ആണെങ്കിലും അതല്ല OnePlus ഒക്കെ ആണെങ്കിൽ പോലും 5-6 പ്രാവശ്യം ഒരു വർഷത്തിനിടയ്ക്ക് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്താൽ പോലും അവർ തരുന്നുണ്ട്. ആ ഒരു അനുഭവം പലരും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ട്, OnePlus ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് കൺപൂട്ടി വാങ്ങിക്കാനും സാധിക്കും. കൂടാതെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് വേർഷനാണ്. മിനിമം ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് 5.0ക്ക് മുകളിലുള്ള ബ്ലൂടൂത്ത് വേർഷനുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നോക്കുക. 5.0, 5.1, 5.2, 5.3 വരെ ഇപ്പോൾ അപ്ഡേറ്റഡ് ആണ്. നിങ്ങൾ 5.3 തന്നെ നോക്കണമെന്നില്ല. 1000 രൂപയ്ക്ക് ഉള്ളിൽ നമ്മൾ നോക്കുന്ന നെക്ക് ബാൻഡുകളിൽ ചിലപ്പോൾ ബ്ലൂടൂത്ത് വേർഷൻ 5.0 കാണത്തുള്ളൂ. ചിലപ്പോൾ 5.1 വരെ കിട്ടാൻ ചാൻസസ് ഉണ്ട് ഓഫർ സമയങ്ങളിൽ. സോ ഈ ഒരു ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ളതാണോ നോക്കുക. കൂടാതെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് IP റേറ്റിംഗ് ആണ്. ഒരു നെക്ക് ബാൻഡ് നമ്മൾ വാങ്ങിക്കുന്നത് വീട്ടിനകത്ത് വെച്ച് കേൾക്കാൻ മാത്രമായിരിക്കില്ല. നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാറുണ്ട്. അതല്ല പുറമേ നമ്മൾ പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇൻ കേസ് ഒരു മഴ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് സെറ്റ് ആവുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ചീത്തായി പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു IP റേറ്റിംഗ് ഉള്ള പ്രോഡക്റ്റുകളാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. മിനിമം ഒരു IPX4 അല്ലെങ്കിൽ 4 ഒക്കെ പൊതുവേ നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡുകളിൽ കാണാറുണ്ട്. 1000 രൂപയ്ക്ക്. അതും പറയാനുള്ളത് 500 രൂപയ്ക്ക് അകത്തുള്ള നെക്ക് ബാൻഡുകളിൽ ഈ ഒരു സംഭവം കാണത്തില്ല. എന്നാൽ 500 രൂപയ്ക്ക് മുകളിലുള്ളത് അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് താഴെ ഓഫർ സമയങ്ങളിൽ ഈ ഒരു IPX4ന്റെ വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള നെക്ക് ബാൻഡുകളൊക്കെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ബോട്ടിലൊക്കെ ആവശ്യം പോലെ അവൈലബിൾ ആണ്. അടുത്തത് നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് ലോ ലേറ്റൻസി മോഡാണ്. ഇപ്പോൾ പൊതുവേ ഒരു 1000 രൂപയ്ക്ക് മുകളിലുള്ള ഏതൊരു പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിലും അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ലോ ലേറ്റൻസി എന്ന് പറയുന്നത്. ലോ ലേറ്റൻസി മോഡ്, ഗെയിം മോഡ്, ബീസ് മോഡ് എന്നൊക്കെ പല ബ്രാൻഡുകളിലും അവിടെ ഇഷ്ടത്തിനാണ് അവർ കൊടുക്കുന്നത്. 100 ms താഴെ അല്ലെങ്കിൽ 110 ms താഴെയുള്ള ഏതൊരു ലോ ലേറ്റൻസി മോഡുള്ള നെക്ക് ബാൻഡ് വാങ്ങിച്ചാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഗെയിം കളിക്കാൻ സാധിക്കും. പല പ്രോഡക്റ്റുകളിലും എന്താ പറയുക, ഓപ്പോയൊക്കെ പോലുള്ള പ്രോഡക്റ്റുകളിൽ ലോ ലേറ്റൻസി മോഡ് നെക്ക് ബാൻഡുകളിൽ എഴുതി മെൻഷൻ ചെയ്തിട്ട് പോലുമില്ല. എന്നാൽ പോലും നല്ല പെർഫെക്റ്റ് ആണ്, നമുക്ക് ഗെയിം കളിക്കാനൊക്കെ പറ്റും. പൊതുവേ ഒരു ലോ ലേറ്റൻസി മോഡ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ വയേർഡ് ഇയർഫോൺ യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. എന്നാൽ അത്യാവശ്യം നമുക്ക് കളിക്കാൻ സാധിക്കും ഈ ഒരു ലോ ലേറ്റൻസി മോഡ് ഉണ്ടെങ്കിൽ. കൂടാതെ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ENC, എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ. അത് നമ്മൾ നോക്കിയാലും നോക്കിയില്ലെങ്കിലും ചില പ്രോഡക്റ്റുകളിലൊക്കെ പേരിന് വേണ്ടി മാത്രമാണ് എഴുതുന്നത്. അതുകൊണ്ട് ഒരു ഉപയോഗം കാണത്തില്ല. ENC കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമേയൊക്കെ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മുടെ വോയിസ് മാത്രം കേൾക്കാൻ സാധിക്കും. സറൗണ്ടിങ്സിലുള്ള നോയിസസ് എന്ന് പറയുന്നത് ഈ ഒരു ENC ഉള്ളതുകൊണ്ട് അത് അങ്ങോട്ട് അബ്സോർവ് ചെയ്യും. അപ്പോൾ നമ്മുടെ വോയിസ് മാത്രം അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ENC കൊണ്ടുള്ള ഉപയോഗം. പക്ഷേ പലപ്പോഴും പല പ്രോഡക്റ്റുകളിലും ENC എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നല്ല രീതിക്ക് പ്രത്യേകിച്ച് നമ്മുടെ വോയിസിനേക്കാളും പുറമേ ഉള്ള നല്ല സറൗണ്ടിങ്സിലുള്ള നോയിസ് ആയിരിക്കും കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ENC നോക്കിയാലും നോക്കിയില്ലെങ്കിലും നിങ്ങൾ വാങ്ങിക്കുക എന്നുള്ളേ ഉള്ളൂ. കൂടാതെ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കുറച്ച് എന്താ പറയുക, നിങ്ങൾ ബേസ് ലവേഴ്സ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ലഭ്യം ആഗ്രഹിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് ഇംപെഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. 16 ohm ആണ് ഒരു ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. പൊതുവേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബോട്ടിന്റെ നെക്ക് ബാൻഡുകളിലൊക്കെ തന്നെ ഈ ഒരു 16 ohm ആയിരിക്കും. എന്നാൽ 28
36 അങ്ങനെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. നിങ്ങൾക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഉള്ളൊരു നെക്ക് ബാൻഡ് ആണ് വേണമെങ്കിൽ ഉറപ്പായിട്ടും 28ന് മുകളിലുള്ളത് നോക്കുക. അതല്ല നിങ്ങൾക്ക് ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം വേണമെങ്കിൽ ഉറപ്പായിട്ടും 16 ഓമോ അല്ലെങ്കിൽ 20 ഓമിന് താഴെയുള്ള പ്രോഡക്റ്റുകൾ നോക്കുക. ഇംപെഡൻസ് റേറ്റ് എല്ലാത്തിലും തന്നെ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു സംഭവം നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ 6 കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് അത് വർത്ത് ബൈയിങ് ആകുമോ ഇല്ലേ എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ 6 കാര്യങ്ങൾ വെച്ച് നോക്കിയിട്ടും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏത് വീഡിയോയുടെ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തിയാലും അതിൽ ഞാൻ കമന്റിന് റിപ്ലൈ തരുന്നതാണ്. എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ കുറേ അധികം മെസ്സേജുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത്. പൊതുവേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവർക്ക് ഓരോ ആൾക്കാർക്കും എനിക്കറിയാം നിങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാർ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് ആക്ച്വലി റിപ്ലൈ തരാനായിട്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ് പൊതുവേ ഞാൻ അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും അങ്ങോട്ട് റിപ്ലൈകൾ നോക്കാത്തത്. പക്ഷേ കമന്റിൽ നിങ്ങളിടും, ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഏകദേശ ധാരണയല്ല, ഇതൊക്കെ തന്നെയാണ് ടോട്ടലി ഉള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.